ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പാവയ്ക്കയും മാങ്ങയും കൊണ്ടൊരു പാൽക്കറിയാണ്. അത് വെജ് ഉപയോഗിക്കുന്നവർക്കും നോൺ ഉപയോഗിക്കുന്നവർക്കും ഒപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന. നാളെ ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് പാവയ്ക്ക ഞാൻ വട്ടാണ് കേട്ടോ നുറുക്കിക്കുന്നത്. നീളത്തിൽ ചെറിയ കഷ്ണമായാലും കുഴപ്പമില്ല, ഞാൻ വട്ടത്തിലാണ് നുറുക്കിക്കുന്നത്. പിന്നെ മാങ്ങ, സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ വറുത്തിടാനായിട്ട് കടുക്, മുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 2 പാലും 1 പാലും. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. പക്ഷേ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇത് തോന്നും കേട്ടോ, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം, അത് നുറുക്കിയെടുക്കേ വേണ്ടു. അപ്പോൾ നമുക്കിത് ഈ പാവയ്ക്ക ഞാനൊന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഞാൻ ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പാവയ്ക്ക ഞാൻ കുറച്ച് ഉപ്പ് വരട്ടി നേരത്തെ എടുത്തു വെച്ചതാണ്. ആ കയ്പ്പ് രസം ഒന്ന് അധികമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഉപ്പ് വരട്ടി കയറ്റി വെച്ചിട്ട് അതിലെ വെള്ളം കുറച്ച് വാർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കണ്ട, ഒന്ന് വാടിയെടുത്താൽ മതി. പക്ഷെ അത് എളുപ്പത്തിൽ പറ്റും. ഇതാ പാവയ്ക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫ്രൈ ഒന്നും ആവണ്ട, ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. പാവയ്ക്കയും മാങ്ങയും കൊണ്ടുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറി ഞാൻ ചട്ടിയിലാട്ടോ വയ്ക്കണത്. അതിലേക്ക് ഇപ്പം പാവയ്ക്ക ഇട്ടു, ഇനി മാങ്ങ ഇട്ടു, സവോള ഇടാം. 2 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഒട്ടും എരിവില്ലാത്തതാണ്, അപ്പോൾ അതൊരു 5-6 ഭംഗിക്ക് കിടന്നോട്ടെ. പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, വലിയ ടീസ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. പക്ഷേ ഇതിന് ഇത്തിരി എരിവ് വേണേനും, അല്ലെങ്കിൽ കൊള്ളില്ല. പാല് പിഴിഞ്ഞുള്ള കറിയല്ലേ ഇതായിരുന്നു. പിന്നെ മല്ലിപ്പൊടി വലിയൊരു ടീസ്പൂൺ എടുക്കാം. പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ്. ഇതിനൊരു സ്വാദിന് വേണ്ടിയിട്ട് മാങ്ങ കുടയാതിരിക്കാൻ ഒരു സ്വല്പം ചൊറുക്ക, ഒരു വലിയ ടീസ്പൂണ് ചൊറുക്കയും കൂടി ഒഴിക്കും. നല്ല നാടൻ ചൊറുക്ക കേട്ടോ അത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. ചൊറുക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിനാഗർ നമ്മുടെ. ഇതിപ്പോൾ നാടൻ വിനാഗറാണ്. ഒരു സ്വല്പം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് കൂട്ടി തിരിഞ്ഞ് എടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഒരു 1.5 നാളികേരം പിഴിഞ്ഞെടുത്തേണ്ടത്. തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പാലാണ് ഇതൊഴിക്കുന്നത്. ഇതെല്ലാം ചേരുവകയും ഇട്ടിട്ടുണ്ട്. 2ാമത്തെ പാലൊഴിച്ചു. ഇനി അത് നന്നായിട്ട് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ആദ്യത്തെ പാലൊഴിക്കാം. രണ്ടാം പാലൊഴിച്ച് വേവിച്ച മാങ്ങയും പാവയ്ക്കയും കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച പാല് ഒഴിക്കാം. ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒഴിക്കാം. നല്ല കട്ടിപ്പാലാണ് കേട്ടോ.
നല്ല വാസന, ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും വാസന നന്നായിട്ട് വന്നിട്ടുണ്ട്. ചൂടായാൽ മതി. ഇതൊന്ന് പതുക്കെ ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടോ. കടുകിടാം. ഒരു 4 ടീസ്പൂൺ കടുക്. ഇനി വറുത്തിടാൻ കടുകും കറിവേപ്പിലയും മുളകും. പാവയ്ക്ക മാങ്ങ പാല് പിഴിഞ്ഞ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല വാസനയൊക്കെ വന്നു. ഇന്നത്തേക്കാളും സ്വാദ് നാളത്തേക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഈസ്റ്റർ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വെജ് നോണ് കഴിക്കാത്തവർക്കും ഇത് സുഖമായിട്ട് കഴിക്കാം. ഇന്നത്തേക്കാൾ നല്ല ചട്ടിയിൽ വെച്ചാണേ നാളത്തേക്ക് ഒന്നും കൂടി നല്ലോണം വറ്റിയ മാതിരി ഇരിക്കും. അപ്പോൾ അതാ നല്ല കറി. അപ്പോൾ ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നാളെ ഈസ്റ്റർ അല്ലേ. എല്ലാവർക്കും ഗീതാഞ്ജലിയുടെ ഈസ്റ്റർ ആശംസകൾ. പിന്നെ എൻ്റെ ചാനൽ കാണാത്തവർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.